ഗുളിക കൊടുത്തിട്ട് പറഞ്ഞു കുഴപ്പമില്ല, റെസ്റ്റ് എടുത്താൽ മതിയെന്ന്. പക്ഷേ അവനെ ആ ആക്സിഡന്റിലൂടെ ആണോ എന്ന് എനിക്കറിയില്ല, എന്റെ കുഞ്ഞ് പൂർണ്ണമായി തളരുവാനിട വന്നു. അവന്റെ ഒരു വശത്തെ അവന്റെ കൈയും കാലും, അതുപോലെ അവൻ മൊത്തത്തിൽ 2 കാലും അവന് ചലിക്കുവാൻ കഴിയാതെ അവൻ തളർന്നു പോയി. ആ തളർന്നു പോയ അവസ്ഥയിൽ ഞങ്ങൾ കിങ്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തു, എല്ലാം ചെക്കപ്പ് നടത്തി. അവർ ട്രീറ്റ്മെന്റ് തുടങ്ങി. അവര് പറഞ്ഞു ഇവന്റെ കൈയും കാലും മൂരണമെങ്കിൽ ഇവന് എത്രയോ രൂപയുടെ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന്. കർത്താവിന്റെ ദാസനും വളരെ ഭാരത്തോട് വന്ന് എന്നോട് പറഞ്ഞു, വേണ്ട അച്ഛാ, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ ഇവനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവനെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇവനെ കൊണ്ടുപോയിട്ട് എല്ലാം ഡോക്ടർമാര് വിധി എഴുതി ഇവൻ ഇനി എഴുന്നേൽക്കത്തില്ല എന്ന്. പ്രിയമുള്ളവരെ, എന്റെ കർത്താവിന് എത്ര അസാധ്യമെന്ന് നാം പറഞ്ഞാലും അസാധ്യങ്ങളെ സാധ്യമാക്കിക്കൊണ്ട് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള പൂർണ്ണമായ വിശ്വാസം എന്റെ ജീവിതത്തില്, എന്റെ കുടുംബത്തില് കടന്നു വന്നത്. നിങ്ങളുടെ മുന്നിലിരുന്ന് ഈ സിസ്റ്റം വർക്ക് ചെയ്യാൻ എന്റെ മകൻ ഒരിക്കലും എഴുന്നേൽക്കത്തില്ല എന്ന് പറഞ്ഞ എന്റെ കുഞ്ഞ്, അന്ന് അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുക, അവന് ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കുവാൻ തക്കവണ്ണ ദൈവം അവനെ എഴുന്നേൽപ്പിച്ചത് നമ്മുടെയോ നിങ്ങളുടെയോ ആരുടെയും കഴിവല്ല, എന്റെ കർത്താവിന്റെ മഹാദേവെന്ന ആ മഹാദേവിയിലേക്ക്, ആ മഹാസ്നേഹത്തിലേക്കാണ് പ്രിയമുള്ളവരെ നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്. നമ്മൾ ഏതൊക്കെ മേഖലയിലായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് എങ്ങും എത്തത്തില്ല. എന്നാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവനിൽ നിത്യത വേണമെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രമേ ഉള്ളൂ. ആ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇല്ല എങ്കിൽ പൂർണ്ണമായി നമ്മുടെ ആത്മാവ് നിത്യ നരകത്തിലേക്ക് പോകും. ഇന്ന് നാം ചിന്തിക്കണം, നമ്മുടെ ഭവനത്തിൽ നിന്നുകൊണ്ട് നാം ചിന്തിക്കണം നാം എവിടെ എത്തണമെന്ന്. അങ്ങനെ നമ്മളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തിരുവചനത്തിൽ നിന്നും എന്റെ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. സമയം അനുവദിച്ചു എന്ന കർത്താവിന്റെ ദാസന്മാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രം. ആ വീഡിയോയിലൂടെയുള്ള സന്ദേശവും നമ്മെ അറിയിക്കുന്നതായിരിക്കും. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ജനനവും യേശുക്രിസ്തുവിന്റെ ജീവിതവും മരണവും ഒക്കെ വിളിച്ചറിയിക്കുന്ന ആ വീഡിയോ സന്ദേശങ്ങൾ നമുക്ക് ശ്രമിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. തുടർന്ന് ഒരു 10 മിനിറ്റ് പ്രിയ കർത്താവിന്റെ ദാസൻ സാജനവരുകൾ നിങ്ങളോട് ദൈവിക ആ സന്ദേശങ്ങൾ അറിയിക്കും. അതിനായി പ്രിയ കർത്താവിന്റെ ദാസനെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർ, പുറത്തിരിക്കുന്ന ദൈവദാസന്മാർ, ഈ ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഈ പ്രദേശത്ത് പാർക്കുന്ന നല്ലവരായ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും പ്രാരംഭത്തിൽ അറിയിക്കും. ഒരല്പസമയം ഈ ദൈവ വചനം കേൾപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും. ലോകത്തിന്റെ കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ ഒരു വല്ലാത്ത തലത്തിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ശാസ്ത്രപരമായും സാമൂഹ്യപരമായും മറ്റ് വിവിധ നിലകളിലുള്ള ഏത് സാഹചര്യത്തിൽ നാം നോക്കിക്കഴിഞ്ഞാൽ വല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യവർഗത്തിന് നമ്മുടെ രാജ്യത്തിലായിക്കൊള്ളട്ടെ, അല്ല എങ്കിൽ ലോകത്തിന്റെ അങ്ങോളമുള്ള സകല രാജ്യങ്ങളിലും യാതൊരു വിധമായ സുരക്ഷിതത്വവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകത്തിന്റെ കാലഘട്ടങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ളതായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലും നമ്മുടെ ചുറ്റുപാടുകളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രിയിൽ ഈ 50 ഏക്കർ പ്രദേശത്ത് ലോകരക്ഷിതാവാകുന്ന യേശു ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല സാവകാശത്തിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കൂടുതലൊന്നും മുഖവര പറഞ്ഞ് സമയം കളയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു തിരുവെഴുത്തുകളിലേക്ക് കടക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ ഒന്ന് വായിച്ച് സഹായിച്ചാൽ കൊള്ളാം.
അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇത് ലോകത്തിന്റെ രക്ഷിതാവായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞതിന് ശേഷം താൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതായ സമയത്ത് തന്നെ പിൻപറ്റിയിരിക്കുന്നതായ തന്റെ ശിഷ്യഗണങ്ങളോട് യേശു ക്രിസ്തുവിന്റെ അവസാനത്തെ വാക്കാണ്, നിങ്ങൾ ഭൂലോകത്തെമ്പാടും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം എന്നുള്ള ദൈവിക ആഹ്വാനമാണ് ഈ രാത്രിയിൽ ഈ 50 ഏക്കറിന്റെ പ്രദേശത്ത് ഞങ്ങൾ യേശു ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിക്കുന്നത്. യേശു ക്രിസ്തു ഒരു സുവിശേഷമാണ്. യേശു ക്രിസ്തു നിത്യ രക്ഷകനാണ്. യേശു ക്രിസ്തു ദൈവമാണ്. യേശു ക്രിസ്തു രാജാതി രാജാവാണ്. ഇതൊക്കെ ബൈബിളിൽ നിന്ന് എടുത്ത് തെളിയിക്കുവാൻ ഒത്തിരി സമയങ്ങൾ വേണം. എന്നാൽ ചില വാക്യങ്ങളിലും കൂടി ചേർത്ത് ഞാനത് പറയുവാനായി ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുൻപോടിയായി യോഹന്നാൻ സ്നാപകൻ കടന്നു വന്നിട്ട് ലോകത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു ജാതീയമായിരിക്കുന്ന വ്യവസ്ഥയല്ല, ചിന്താഗതിയല്ല. സുവിശേഷം എന്ന് പറയുന്നത് ലോകത്തിലുള്ള സകല മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവമായിരിക്കുന്നവൻ മനുഷ്യനായി മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ദൈവിക ബന്ധത്തെയും നിത്യമായ സ്വർഗത്തെയും ഒരുക്കി കൊടുത്തതാണ് സുവിശേഷം. എന്നാല് തന്റെ ശിഷ്യനായിരിക്കുന്ന പത്രോസ് പറഞ്ഞ ഒരു പദം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ പറയുകയാണ്. അതിങ്ങനെയുന്നത് അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ തക്കവണ്ണം എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിന്റെ നല്ല ഗുണങ്ങളെ അവൻ പ്രസ്താവിക്കാനാണ് ഈ ഞങ്ങളെ പോലുള്ളവരെ അല്ല, മറിച്ച് പ്രിയ സഹോദരങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് ഈ യേശു ക്രിസ്തുവിന്റെ നല്ല ഗുണത്തെ പ്രസംഗിക്കാനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഇത് പ്രസംഗിച്ചു. എന്നാല് ഒരു കാര്യം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു മതമല്ല, ഇതൊരു മതപരിവർത്തനവുമല്ല, ഇത് നിത്യമത്. ഏത് തരത്തിൽ നോക്കിയാലും നല്ല ഗുണമുണ്ട്. യേശുവിന്റെ സംസാരത്തിൽ നല്ല ഗുണമുണ്ട്. നല്ല ഗുണം പറയുവാൻ ഉണ്ടെങ്കിൽ ഈ രാത്രിയിൽ 50 ഏക്കറിന്റെ പ്രദേശത്ത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന യേശു ക്രിസ്തുവിനല്ലാതെ ഒരു നല്ല ഗുണം പറയുവാൻ ഇല്ലെന്ന് എനിക്ക് പറയുന്നതിന് യാതൊരു മടിയുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എന്റെ സമയം കടന്നു പോകുന്നത് കൊണ്ട് ഞാനിത് നീട്ടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഏത് വ്യവസ്ഥയിൽ നോക്കിയാലും നല്ല ഗുണമുണ്ട്. മറിച്ച് നാം മറ്റുള്ളതായ സ്തോത്രം ഗ്രന്ഥങ്ങളെ പരിശോധിച്ചാലോ അല്ലെങ്കിൽ മറ്റുള്ളതായിരിക്കുന്ന യാതൊരു വ്യവസ്ഥകളെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അവതാരങ്ങളെ കുറിച്ച് പഠിച്ചാൽ യാതൊരു നല്ല വശങ്ങളും പറയുവാനില്ല. ക്രിസ്തുവിന് ഏത് നേരത്തും ഏത് മതമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു വചനം കൂടി വായിച്ചുകൊണ്ട് ദൈവമാനവിടത്തിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇവിടെ കർത്താവിന്റെ ദാസൻ എടുത്തു പറഞ്ഞു. അവിടെ പറയുന്നത് രക്തസ്രാവം പിടിച്ച് 12 സംവത്സരം രക്തസ്രാവം പിടിച്ച് ഈ വൈദ്യന്മാരാൽ ഏറെ കഷ്ടപ്പെട്ട് തനിക്കുള്ളതൊക്കെയും വിറ്റ്